Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് iQOO Neo 9 Proന്റെ ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം iQOO Neo 9 Pro ഈ അടുത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. ഹാർഡ്വെയർ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇത് iQOO Neo 7 Pro കഴിഞ്ഞ വർഷം ഇറങ്ങിയ അതിൻ്റെ സക്സസർ ആണ്. അപ്പോൾ iQOO Neo 9 Proന്റെ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അടിപൊളി ക്യാമറ സെറ്റപ്പ് ആണ് ഇത്തവണ iQOO കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് ഒന്ന് നോക്കാം. അപ്പോൾ iQOO Neo 9 Proയിൽ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി 50 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അതൊരു സോണി IMX 920 സെൻസറാണ്. അതിനകത്ത് f1.8 അപ്പേർച്ചറാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 8 മെഗാ പിക്സൽ ഒമ്നി വിഷൻ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ 2 മെഗാ പിക്സൽ മാക്രോസ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അതൊരു നല്ല ആസ്പെക്റ്റ് ആണ്. പിന്നെ വരുന്നത് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. f2.45 അപ്പേർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് iQOO Neo 9 Proന്റെ ക്യാമറ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് നേരെ ക്യാമറ സാമ്പിൾസിലേക്ക് പോകാം. എത്രത്തോളം നല്ലതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കാം. അപ്പോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഇമേജസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽസും നല്ല കളർ ക്വാളിറ്റിയും ആ ഷാർപ്നെസ് ലെവൽസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കളർ റീപ്രൊഡക്ഷനും ഇത്തവണ വിവിഡ് മോഡ് ആണെങ്കിൽ പോലും അധികം ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കളർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇവിടെ കാണുന്നില്ല. എന്നാൽ നാച്ചുറൽ കളർ മോഡും ഇൻക്ലൂഡഡ് ആണ്. വിവോൻ്റെ ഫോണിനെ പോലെ തന്നെ നാച്ചുറൽ കളർ മോഡും ഇൻക്ലൂഡഡ് ആണ്. ഇതുണ്ടല്ലേ ഷാർപ്നെസ് ലെവൽസ് നമ്മൾ സൂമിൻ ചെയ്ത് നോക്കിയാലും നല്ല ഡീറ്റെയിലും നല്ല ഷാർപ്പായിട്ടാണ് ഇമേജസ് വരുന്നത്. അപ്പോൾ അതൊരു നല്ല ആസ്പെക്റ്റാണ് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ കളർ റിപ്രൊഡക്ഷൻ നല്ല രീതിയിലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽസും അതേപോലെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം വരികയാണെങ്കിലും നല്ല രീതിയിലാണ് iQOO Neo 9 Pro ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ എന്ന് പറയാം. ഇനി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് കളേഴ്സ് പ്രൈമറി ക്യാമറേൻ്റെ അതേ കളേഴ്സും ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. എന്നാൽ ഷാർപ്നെസ് ലെവൽസ് 8 മെഗാ പിക്സലിന് പ്രൈമറി ക്യാമറേൻ്റെ അത്ര ഇല്ല, ഒബിയസ് റീസൺസ് ആണ്. എന്നാൽ പോലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വളരെ യൂസബിൾ ആയിട്ട് എനിക്ക് തോന്നി. പ്രൈമറീൻ്റെ അതേപോലെ തന്നെ കളേഴ്സും ഡീറ്റെയിൽസും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയാണ് അൾട്രാ വൈഡ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുകയാണെങ്കിലും ഇവിടെയും നമുക്ക് നല്ല ഷാർപ്പ് ഇമേജസ് ആണ്. അത്യാവശ്യം നല്ല കളർ ക്വാളിറ്റിയാണ്. ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും നല്ല ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ടെന്ന് പറയാം. 2 മെഗാ പിക്സൽ മാക്രോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി പോർട്രേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് സ്കിൻ ടോൺസ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓവറോൾ ക്വാളിറ്റി, ഫോട്ടോൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എഡ്ജ് ഡിറ്റക്ഷനും ബാക്ക്ഗ്രൗണ്ട് ബ്ലറും എല്ലാം തന്നെ നല്ലതാണ്. ഒരു നല്ലൊരു സെപ്പറേഷൻ ഉണ്ട് സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ആയിട്ട്. അപ്പോൾ പോർട്രേറ്റ്സിൻ്റെ കാര്യത്തിൽ നല്ല ഒരു ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി ഓഫർ ചെയ്തിരിക്കും പറയാം. എനിക്ക് ആ സ്കിൻ ടോൺസിൻ്റെ കാര്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ടു. പൊതുവേ iQOO ഫോൺസിൽ സ്കിൻ ടോൺസ് നല്ലതായിട്ട് വരാറില്ല. ഇത്തവണ നല്ല ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ലോ ലൈറ്റ് പോർട്രേറ്റ്സ് ആണെങ്കിലും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പോർട്രേറ്റ്സ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ലോ ലൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഡോർ ലൈറ്റിലാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ഷെയ്ക്കൊന്നും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ലെവൽസും ആണ്. പിന്നെ നൈറ്റ് മോഡ് ഇടുമ്പോൾ ആ സ്കൈ കളേഴ്സ് കുറച്ചൊന്ന് ബൂസ്റ്റഡ് ആയി കാണാം. ഭയങ്കര ബ്ലൂയിഷ് ടെൻഡൻസി ഉണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്കൊന്ന് നല്ല ക്വാളിറ്റിയാണ്. ഡീറ്റെയിൽസും നല്ലതാണ്. പ്രത്യേകിച്ച് സെൻസർ നല്ലതായതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. OIS ഉള്ളതുകൊണ്ടും വളരെ മനോഹരമായ പിക്ചേഴ്സാണ് വരുന്നത്. നോയ്സ് ലെവൽസ് ആണ് വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലോ ലൈറ്റ് ക്യാപ്ചേഴ്സും വളരെ നല്ലതായിട്ടാണ് iQOO Neo 9 Proയിൽ വന്നിരിക്കുന്നത്. ഇനി സെൽഫീസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫീസ് എടുത്ത ഫോട്ടോസ് നല്ല സ്കിൻ ടോൺസ് ആണ്, നല്ല കളേഴ്സുമാണ്. വളരെ നല്ല ഒരു സ്കിൻ ടോൺസും അതേപോലെ ഷാർപ്നെസ് ലെവൽസും ഡീറ്റെയിൽസും കളേഴ്സും എല്ലാം തന്നെ നല്ലതാണ്. പിന്നെ സെൽഫീസ് കുറച്ചും കൂടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ പോർട്രേറ്റ് സെൽഫീസിലും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓവറോൾ സെൽഫി ക്വാളിറ്റി 16 മെഗാ പിക്സൽ ഷൂട്ടറിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഇതാണ് സെൽഫി എക്സ്പീരിയൻസ്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് 8K റെക്കോർഡിംഗ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 8K റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാരും 8K എടുക്കാറില്ല. കൂടുതൽ ആൾക്കാരും 4K റെക്കോർഡിംഗ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ 4K 60 FPS വീഡിയോ ഫുട്ടേജ് നല്ലതാണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ കളേഴ്സും വളരെ നല്ലതാണ്. സ്റ്റെബിലൈസേഷൻ കണ്ടില്ലേ, OIS പ്ലസ് EIS കോമ്പിനേഷൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഡൈനാമിക് റേഞ്ചും നല്ലതാണ്. അപ്പോൾ ഓവറോൾ സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ വന്നിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ 4K 60 FPS ഉണ്ട്, 4K 30 FPS അവൈലബിൾ
അവൈലബിൾ ആണ്. ഇനി 1080p 60fps അതും അതേ ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കളേഴ്സാണ്, നല്ല ഡീറ്റെയിൽസും ഉണ്ട്, ഷാർപ്പ്നെസ് ലെവൽസും വളരെ ഇംപ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ 1080p at 30fps ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിലും നമുക്ക് 1080p റെസൊല്യൂഷൻ അവൈലബിൾ ആണ്. അതിലും ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. 8 MP ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ 4K സപ്പോർട്ടഡ് അല്ല. So this is the front facing camera sample taken with the iQOO Neo 9 Pro. It can record videos only in 1080p 30fps. There is no 4K support. So this is the quality, and you can judge yourself how good the sound experience is, the sound audio quality, and also the overall video quality of the selfie camera. അപ്പോൾ ഇതായിരുന്നു iQOO Neo 9 Proൻ്റെ ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്യാമറ അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ആണെങ്കിലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും പോർട്രേറ്റ്സ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും കാര്യമായ പരാതികളൊന്നും തന്നെ ഇല്ല. നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത്തവണ 2 MP മാക്രോ അതൊരു അൺവാണ്ടഡ് ക്യാമറ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 2 MP മാക്രോ കൊണ്ട് ഒരു ഫോണിലും വലിയൊരു എക്സ്പീരിയൻസ് തരാറില്ല. അപ്പോൾ അത് ഇത്തവണ ഇൻക്ലൂഡഡേ അല്ല. അതൊരു നല്ല കാര്യമാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ ക്യാമറ എക്സ്പീരിയൻസ് നല്ലതാണ്. ഇനി ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി അടുത്ത ഐട്രേഷൻ അല്ലെങ്കിൽ അടുത്ത സക്സസർ വരുമ്പോൾ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും iQOO Neo സീരീസ് പൊതുവേ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. എന്നാൽ ഇത്തവണ ക്യാമറയും നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ iQOO Neo 9 Pro ക്യാമറ അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് iQOO Neo 9 Pro ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.